1057 വോട്ടിന്റെ ലീഡ്. അതിൽ മൂന്നാം റൗണ്ടിലെ കുറച്ച് ബൂത്തുകൾ കൂടി ഉൾപ്പെടുന്നു. ചേലക്കരയിൽ ലീഡ് ഉയർത്തുന്നു. 3781 വോട്ടുകളായി. അതൊരു പക്ഷേ ഏത് ദേശമംഗലം പഞ്ചായത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷമോ വള്ളത്തോൾ നഗറിലേക്ക് കൗണ്ടിംഗ് എത്തിയോ എന്ന് വ്യക്തമാണ്. പക്ഷേ അത് ലീഡ് പാലക്കാട് BJP-യുടെ പറഞ്ഞതുപോലെ തന്നെ ചേലക്കരയിൽ CPM-ന്റെ LDF-ന്റെ ലീഡും ഇത് പോരാ, അല്ലേ? പക്ഷേ അത് ഈ ലീഡിൽ പിടിച്ച് ജയിക്കുവാൻ കഴിയും. കാരണം സ്വാധീന മേഖലകൾ ഇനിയുമുണ്ട്. LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഇനിയുമുണ്ട് ചേലക്കരയിൽ. പക്ഷേ പാലക്കാട് BJP-ക്ക് പാലക്കാട് നഗരസഭയല്ലാതെ മറ്റൊരു സ്വാധീന മേഖലയില്ല, അല്ലേ? ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും ഇടതു വിജയം ചോദ്യം ചെയ്യപ്പെടും. കാരണം സർക്കാർ വിരുദ്ധ വികാരമുണ്ടായില്ലേ, ഭൂരിപക്ഷം കുറയുന്നത് ചോദ്യം ചെയ്യുമെന്നും കൃത്യമായ ഇടതു കോട്ടയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന, അവരുടെ പ്രതിനിധി മാത്രം ഉണ്ടാവുന്ന ചേലക്കരയിൽ ഇത്തവണ ഭൂരിപക്ഷം കുറയുന്നത് പോലും വെല്ലുവിളി ഉണ്ടാക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. തോൽവിയെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ചിന്തിക്കാനേ കഴിയില്ല. അതുകൊണ്ട് ചേലക്കരയിൽ എങ്ങനെയും വിജയിക്കണമെന്നത് ഇത്തവണ CPM-ന്റെ ലക്ഷ്യമായിരുന്നു. ആ തരത്തിലുള്ള ക്യാമ്പയിനാണ് അവർ നടത്തിയത്. ഒന്നാം റൗണ്ടിൽ പക്ഷേ UR പ്രദീപിന്റെ ലീഡ് 1890 മാത്രമായിരുന്നു. രാധാകൃഷ്ണനൊക്കെ വാങ്ങിയ ലീഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, അല്ലെ? 1890 എന്നുള്ളത് നിസ്സാരമായതാണ്. അത് മാത്രമല്ല, വരവൂർ എന്ന് പറയുന്നത് സ്ട്രോങ് ഹോൾഡാണ് LDF-ന്റെ. അവിടെ 1890 വോട്ടിന്റെ ലീഡാണ് ഒന്നാം റൗണ്ടിൽ കിട്ടിയത്. UR പ്രദീപിന് 6 ലക്ഷം പിന്നിടുന്നു പ്രിയങ്ക ഗാന്ധി. 6 ലക്ഷം പിന്നിടുന്നു. 55,710. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായ രാഷ്ട്രീയം പറയുന്നു. വയനാട്ടിലെ ജനങ്ങൾ പോളിംഗ് ശതമാനം കുറഞ്ഞയിടത്തും അവിടുത്തെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയിൽ വിശ്വാസം അർപ്പിച്ചു. ഭൂരിപക്ഷം ഉയരുന്നു. 55,710. പ്രതീക്ഷിച്ചിരുന്നു ഭൂരിപക്ഷമെങ്കിൽ കൂടിയും ഇത്ര വേഗത്തിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. സഹോദരൻ നേടിയ വോട്ടുകളെ ഒന്നാം റൗണ്ടിൽ C കൃഷ്ണകുമാർ നേടിയത് 4127 വോട്ടുകളാണ്. അതായത് 1057 വോട്ടിന്റെ ലീഡ്. ഇത് ഒന്നാം റൗണ്ടിലെ കൃത്യമായ കണക്കാണ്. ഒരു റൗണ്ട് 1 റൗണ്ട് കംപ്ലീറ്റ് 1 ഒന്നാം റൗണ്ടിൽ 1057 വോട്ടുകളുടെ ലീഡ്. അതായത് 4127 വോട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ 3070, അതായത് 1057 വോട്ടുകൾക്ക് ട്രെയിലിംഗ്. പിന്നെ സരിൻ നേടിയത് 2127. ഇതാണ് റൗണ്ട് 1. അതായത് കഴിഞ്ഞ തവണ 3000. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ BJP-ക്ക് വോട്ട് കൂടിയിട്ടുണ്ട്, അല്ലേ? BJP-ക്ക് വോട്ട് കൂടിയിട്ടുണ്ട് അവിടെ. പക്ഷെ അത് ഒരു റൗണ്ടിലാണെങ്കിൽ ഇത്രയും വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകൾ കൂടി നോക്കുമ്പോൾ ഇത്രയും വരില്ല. പക്ഷെ എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കണക്കനുസരിച്ച് 4127, 3070, പിന്നെ 2127. ഇതാണ് കണക്ക്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയാണ്. പാലക്കാട് കാണിക്കുന്ന വ്യത്യസ്തമായ കാഴ്ച. BJP ലീഡ് ചെയ്യുന്നിടത്ത് UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. കാരണം BJP-ക്ക് കനത്ത ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് വിജയിക്കാനാവൂ. അവിടെ നഗരസഭാ മേഖലയിലെ ആദ്യ റൗണ്ടുകളിലെ ഭൂരിപക്ഷമാണ് അവരുടെ വിജയം നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം.